എല്ലാവർക്കും നമസ്കാരം. നമ്മള് രണ്ട് പരിപാടികൾ ഒരുമിച്ച് നടക്കുകയാണ്. സ്ഥിരം നടക്കുന്ന ഒരു പരിപാടി ആണ് ഈ ഫ്രൈഡേ വിസിറ്റ് എന്നുള്ള ഓൺലൈനായിട്ട്. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന പലരും ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഇത് ഇവിടെ പരിപാടിക്ക് എത്താത്തവർക്ക് വേണ്ടി പറയാം. നമ്മളിവിടെ നെല്ലിയാമ്പതിയിൽ വെച്ച് നമ്മുടെ DP കോളജിക്കൽ ഫെലോഷിപ്പിന്റെ 43ാമത്തെ കോഹറൻസ് പ്രോഗ്രാം നടക്കുകയാണ്. അത് ഇപ്രാവശ്യം റെയിൻ ക്യാമ്പ് എന്നുള്ള പേരിലാണ് നടക്കുന്നത്, മഴ ക്യാമ്പ് എന്നുള്ള പേരിലാണ് നടക്കുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മള് സംസാരിച്ചു വരുന്ന വിഷയങ്ങളിൽ ഫ്രൈഡേ വിസിറ്റത്തിൽ പെടുന്ന പരമ്പരയിൽപ്പെട്ട ഒരു വിഷയം കൂടെ ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മളതിന് ഇന്ന് നൽകിയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ പ്രകൃതിയുടെ അകത്തോ പുറത്തോ എന്നുള്ളതാണ്. നമ്മൾ പ്രകൃതിക്ക് അകത്തോ പുറത്തോ, അകത്തോ പുറത്തോ എന്നല്ല, അതോ അകത്തോ അതിന്റെ ഭാഗമാണോ എന്ന്. അതിന് ഉത്തരമായിട്ട് പറയുന്നത് നാം അതിന്റെ അകത്ത്, അതിന്റെ ഭാഗമായി, അതിന്റെ തുടർച്ചയായി പോകുന്നതാണ് എന്നുള്ളത്. അപ്പോ പ്രകൃതിയും നമ്മളും എന്നുള്ള ആ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചു പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ബോധ്യപ്പെടാതെ വരികയാണെങ്കിൽ അക്കാര്യം ഒന്ന് കുറിച്ചു വെക്കുക. ഇങ്ങോട്ടേക്കും കുറച്ചത് അങ്ങോട്ടേക്ക് തിരിച്ചു, അങ്ങോട്ടേക്ക് ഇത് കുറച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു. നമ്മൾ ഏത് കാര്യങ്ങളെയും കാണുന്നതും അറിയുന്നതും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണല്ലേ. നമ്മളിപ്പോ ഇന്ന് വന്നപ്പോ പറഞ്ഞു, നിങ്ങളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ള കാഴ്ചയാണ്, മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചയെ നമ്മൾ അതിന്റെ ഡേറ്റയെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും അതേ സ്ഥാനത്ത് നിന്ന് നോക്കുന്ന മറ്റൊരാൾക്ക് കാണാൻ കഴിയുക, മറ്റൊരാളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുക. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയെ തലച്ചോറ് സ്വീകരിക്കുന്ന രീതിയിൽ കുറെ മാറ്റമുണ്ട്. അത് പ്രകാരം നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊരാൾ കാണുന്ന കാഴ്ചയിൽ തികച്ചും വിഭിന്നമായി തീരും. ഒരു ചെരുപ്പ് കുത്തി പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവും അവര് എന്താണ് കാണുക. സുന്ദരന്മാരും സുന്ദരിമാരും, ഒരുപാട് വളകളിട്ടവരും ഒരുപാട് പൂവ് വെച്ചവരും ഒരുപാട് തൊപ്പിയിട്ടവരും ഒക്കെ അവിടെ വരും. ഒരു പൂവോ വളയോ ഒട്ടോ ഒന്നും കാണില്ല, ചെരുപ്പാണ് കാണുക. കാരണം ചെരുപ്പാണ് അവരുടെ കൺസേൺ. ചെരുപ്പിൽ അധികമുള്ള ഡേറ്റയെ പ്രോസസ് ചെയ്യാൻ തലച്ചോറ് തയ്യാറാവില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ കാണുമ്പോൾ നമുക്കറിയാവുന്ന ആൽഗരിതം വെച്ചിട്ടാണ് പ്രകൃതിയെ കാണുന്നത്. പ്രകൃതിയെ കാണുമ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതിയെ കാണാനുള്ള നമ്മുടെ ആൽഗരിതം വെച്ചിട്ടാണ്. ആ ആൽഗരിതം എന്താണ്? കേൾക്കുന്നില്ല? ആദ്യം നമ്മൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആദ്യം നമുക്ക് മനസ്സിലായതൊന്നുമല്ല. നമുക്ക് ആകെ ഒറ്റ കാര്യമല്ലോ, അമ്മയുടെ മാറിടം. മാറിടം എന്നുള്ള പേര് പോലും അറിയില്ല. പേരറിയോ? ആദ്യമായിട്ട് പാല് കുടിക്കുമ്പോ അമ്മയുടെ മാറിടമാണ്, അതിനകത്ത് പാലാണ് നമുക്കറിയാമായിരുന്നു. അറിയില്ലായിരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ആക്കമുണ്ട്, ഒരു തള്ളൽ, ഒരു ചോദന എന്ന് പറയുന്ന സംഭവം. ഇതിങ്ങനെ വന്നിട്ട് നമുക്ക് അത് ഇമ്പി കുടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ആ പ്രവണതയെ കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. പ്രവണത മാത്രമേ ഉള്ളൂ. നമ്മളുമില്ല, അമ്മയുമില്ല, മാറുമില്ല, പാലുമില്ല. പ്രവണത മാത്രമേ ഉള്ളൂ. പ്രവണത കൊണ്ട് നമ്മൾ നുകരുന്ന പാല് മാത്രമേ ഉള്ളൂ. ആ പാല് നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന നിർവൃതി മാത്രമേ ഉള്ളൂ. അത് മാത്രമായിരുന്നു നമ്മൾ. അതിലേക്കാണ് നമ്മൾ പതുക്കെ 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 വീണ്ടും ആ പാലിന്റെ മധുരത്തിൽ ഒരു മാറ്റം വന്നപ്പോൾ നമ്മൾ കരഞ്ഞു. പാല് കിട്ടാൻ വൈകിയപ്പോ കരഞ്ഞു. ഇവര് നമ്മളെ ശ്രദ്ധിക്കുകയില്ല എന്നുള്ള 28 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. 28 ഘട്ടം ആളുകളൊക്കെ വന്ന്, ബന്ധുക്കളൊക്കെ വന്നിട്ട് അവസാനം പാലാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് കരയുമ്പോഴും അതല്ല, കുറുക്കാണ്,
ഭക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ കുറുക്കി 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 ആ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തപ്പോ കുഞ്ഞിന് മനസ്സിലായി എന്റെ ഉള്ളിൽ നിന്ന് എന്താ ആക്കമുണ്ടായിട്ടും കാര്യം ഇവന്മാരൊക്കെ കൂടെ തരുന്നത് തിന്നുകയെ നിവൃത്തിയുള്ളൂ എന്ന്. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ പണയം വെച്ചു, മനസ്സിനെ പണയം വെച്ചു, നമ്മുടെ ജീവിതത്തിന്റെ ചൈൽഡിഷ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പണയം വെച്ചിട്ട് നമ്മൾ ആ കുട്ടിത്തത്തെ നഷ്ടപ്പെടുത്തിയ വേറൊരു ജീവിത വ്യവസ്ഥയിലൂടെ കടന്നുപോയി. 3 വയസ്സാകുമ്പോഴേക്കും നാട്ടിലെ കുനിട്ടും കുഞ്ഞായ്മയും എല്ലാ സാധനവും നമ്മുടെ അകത്തേക്ക് കയറി. എല്ലാത്തിനെയും നിർവൃതിയോടുകൂടി കാണുന്ന, എല്ലാത്തിനെയും അതിന്റെ ഭംഗിയോടെ കാണുന്ന ഒരവസ്ഥയ്ക്ക് പകരം ഒരു പൂവിനെ കാണും, പൂവെന്ന് പറയുന്നതിന് പകരം പൂവിന്റെ ഫോട്ടോ എടുക്കണമെന്നും അതിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കണമെന്നും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കും വേറെ പരിപാടികളുണ്ടല്ലോ, അതുകൊണ്ട് അവര് കുഞ്ഞിനെ നടതള്ളു. 3-ാം വയസ്സിൽ 2.5 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടില്ല ഇപ്പൊ നടതള്ളല്. നടതള്ളി വിട്ടു കഴിയുമ്പോ അവിടെ ഈ പിള്ളേരെ നോക്കാനായിട്ട് കിരീടവും ചെങ്കോലും വെച്ച് വേറെ കുറച്ച് പേര് അവിടെ വന്നിരിക്കുന്നുണ്ടാവും. ബേബി സിറ്റേഴ്സ് എന്ന് വിളിക്കേണ്ടതിന് പകരം അവരെ നമ്മൾ വേറെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പേരിട്ട് വിളിക്കും, അധ്യാപകർ എന്ന്. അവരങ്ങനെ പഠിപ്പിക്കുന്നു. വിശ്വാസങ്ങളെ പഠിപ്പിച്ച് വെക്കുന്നു. എന്താണ് വിശ്വാസങ്ങൾ? ശാസ്ത്ര വിശ്വാസങ്ങൾ അല്ലെ? ശാസ്ത്ര വിശ്വാസങ്ങൾ, ചരിത്ര വിശ്വാസങ്ങൾ. ഈ വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? വിശ്വാസം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? അറിയാത്തതിന്മേലുള്ള ഉറപ്പാണ്. ദിസ് ഈസ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തി കാണിച്ചിട്ട് അതിനകത്ത് ഇന്നത് നടക്കുമ്പോൾ ഇന്നത് സംഭവിക്കുന്നു എന്ന് നമ്മളത് വിശ്വസിക്കുന്നു. ഇവിടെ ശാസ്ത്രത്തെ ആധാരമാക്കിയിട്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നു. നേരത്തെ അവിടെ ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, ചില ശാസ്ത്രീയമായി കാണും. എന്തൊരു ശാസ്ത്രീയം എന്ന് പറയുന്നത്? ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള സാങ്കേതിക ബുദ്ധി ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമുക്ക് അതിനെ സമീപിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു സമീപനം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു എളുപ്പത്തിലുള്ള അളവുകോലാണ്. അതിനുമപ്പുറത്തേക്ക് നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയാതെ വരുന്നൊരു കാര്യത്തില് അധികാരികൾ പറഞ്ഞു വെക്കും, വിവരമുള്ളവർ പറഞ്ഞു വെക്കും. വിവരമുള്ളവർ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും. വിവരമുള്ളവർ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും. വിവരമുള്ളവര് പഴയവരാകരുത്, പുതിയവരായിരിക്കണം. അത് റോക്ക്ഫെല്ലറുടെ സ്ഥാപനത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ അധികാരിയാണ്. പ്രകൃതിയെ നോക്കിയിട്ട് പ്രകൃതിയുടെ ഉള്ളിൽ നിന്ന് തലയിൽ ഇരുത്തി വീണതിന് ശേഷം വെളിപാടുണ്ടായവൻ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കില്ല. റോക്ക്ഫെല്ലർ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അപ്പൊ അങ്ങനെയുള്ള അധികാരി പറഞ്ഞ സാധനം പഠിപ്പിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ നമ്മുടെ പിള്ളേരെ നടതല്ല. നടതല്ലുക എന്നുള്ള പദം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ നടതള്ളി കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇവരിങ്ങനെ വളർന്ന് വലുതായി നമ്മളെ പോലെയുള്ള ഒരു കുട്ടി സാധനമായിട്ട് ഇങ്ങനെ വലുതായി വരുമ്പോൾ നമ്മൾ അങ്ങനെ പൂർണ്ണ നിർവൃതിയിൽ ഇവരെ നമ്മുടെ ചക്രത്തിലേക്ക് വീണ്ടും അങ്ങ് കടത്തിവിടും. അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, ആദ്യം അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കും, പിന്നെ അവരെ കല്യാണം കഴിച്ചു കൊടുക്കും, പിന്നെ അവരെ വീട് കെട്ടാൻ പ്രേരിപ്പിക്കും, അവരെ നാടുവിടാൻ പ്രേരിപ്പിക്കും. പലതും പ്രേരിപ്പിച്ച് ഇങ്ങനെ പ്രേരണയിലൂടെ കൊണ്ടുപോകും. ഇങ്ങനെ വട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതിനിടയിൽ ഇവർ പഠിച്ചു പോകുന്ന ഒരു ആൽഗരിതമുണ്ട്. നമുക്ക് ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ ആവശ്യമാണ്, ഭൗതിക വസ്തുക്കൾ ആവശ്യമാണ്, ഭൗതിക നേട്ടങ്ങൾ ആവശ്യമാണ്. ഭൗതിക വസ്തുക്കൾ വേണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മാർക്സിയൻ സിദ്ധാന്തങ്ങൾ പ്രകാരം നമ്മൾ പ്രകൃതിയുടെ മുകളിൽ പണിയെടുത്ത് പ്രകൃതിയുടെ മുകളിൽ നമ്മൾ ഫോഴ്സ് ചെലുത്തി കഴിഞ്ഞാൽ പ്രകൃതി അതിൽ നിന്നും നമുക്ക് ഒരു ഔട്ട്പുട്ട് ഇങ്ങ് തരും. അതാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും അധികമായിട്ടുണ്ടാക്കുമ്പോൾ നമുക്കതിനെ വിപണനം ചെയ്യാൻ പറ്റും. അപ്പൊ ലാഭം ഉണ്ടാവും. ലാഭത്തെ വീണ്ടും നമ്മൾ ഷെയർ ചെയ്ത് കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരുപാട് വലിയ മിച്ചമുണ്ടാവും. അതാണ് മൂലധനം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അടിത്തറയും നമ്മുടെ മൂലവും ഇളകിയാൽ പോലും നമ്മൾ മൂലധനത്തിന് വേണ്ടി ജീവിക്കാവൂ എന്ന് കരുതി വച്ചായ വിഡ്ഢികളായ ഉപഭോക്താക്കളാണ് നമ്മൾ. ഈ ഇരിപ്പില് നമുക്ക് വേണ്ടത് വിഭവങ്ങളാണ്. ആ വിഭവങ്ങൾ നേടാനാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ. ഈ വിഭവം ആരുടെ കുത്തകയാണ്? മുതലാളിയുടെ കുത്തകയാണ്. വിഭവം വരെ എത്താത്തവനൊന്നും തന്നെ വിഭവത്തിനപ്പുറം എന്തുണ്ട് എന്നുള്ളത് അറിയില്ല. മാർക്സ് പറയുന്നതിനനുസരിച്ച്, ചേട്ടനവിടെ ഇരിക്കുന്നുണ്ട്, മാർക്സിനെ തന്നെ എടുത്തു കോട്ടീനെ. മാർക്സ് പറയുന്നതിനനുസരിച്ച് ഈ മൂലധനത്തിനും അപ്പുറത്തേക്ക് പോയവന് മാത്രമേ
റിക്രിയേഷൻ എന്നുള്ള സാധനത്തിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാവുള്ളൂ. റിക്രിയേഷന്റെ അപ്പുറത്തേക്ക് പോയതിന് മാത്രമേ തത്വത്തിന്റെ അവസ്ഥ, താത്വികതയുടെ അവസ്ഥ മനസ്സിലാവുള്ളൂ, തത്വശാസ്ത്രത്തിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. തത്വശാസ്ത്രത്തിന്റെ അവസ്ഥ മനസ്സിലായവന് മാത്രമാണ് ഇതിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ്? വിഭവത്തിന്റെ പോലെ നമുക്ക് കിട്ടുന്ന, നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്ത് വേണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കണം, പൈസ വേണമെങ്കിൽ പണിയെടുക്കണം, പണിയെടുക്കണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടണം, വിദ്യാഭ്യാസം നേടണമെങ്കിൽ സായിപ്പിന്റെ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടണം. പഠിച്ചത് കൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വിഭവത്തെ നേടുന്നത്. ഇത് തന്നെയല്ല പണ്ടത്തെ ഒരു അമ്മാവൻ മരുമകൻ തമ്മിലുള്ള ഡയലോഗ്. മരുമകൻ വീടിന്റെ മുറ്റത്ത് വരാന്ത കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങായിരുന്നു, പഴയ വീടിന്റെ വരാന്തയില്. നീ എന്താണ് ഇവിടെ കിടക്കുന്നത്? ഞാനെന്ത് ചെയ്യണം? നീക്ക് പോയി പഠിച്ചുകൂടെ? പഠിച്ചിട്ട് എന്തിനാ അമ്മാവൻ? പഠിച്ച് 4 മാർക്ക് വാങ്ങിച്ചു, 4 മാർക്ക് വാങ്ങിച്ചിട്ടാ നീ പഠിച്ചു മാർക്ക് വാങ്ങിച്ചിട്ട് നിനക്ക് വലിയൊരു ജോലി കിട്ടിക്കൂടെ, വാങ്ങിച്ചുകൂടെ? ജോലി കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ അമ്മാവൻ? ഞാനിപ്പോ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് 4 കാശ് സമ്പാദിച്ചുകൂടെ? എന്നിട്ട് എന്തിനാ അമ്മാവ? നിനക്കൊരു വീടൊക്കെ കെട്ടി സുഖമായിട്ട് അതിനകത്ത് പോയി ജീവിച്ചുകൂടെ? അതൊന്നും ചെയ്യാതെ ഞാനിവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഈ കഥ പറയുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അവൻ പൊട്ടനാണ്, അമ്മാവനല്ല മരുമകൻ പൊട്ടനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവന്റെ ചോദ്യം ന്യായമല്ലേ? നമ്മൾ ഇത്രയൊക്കെ അധ്വാനിക്കേണ്ടതുണ്ടോ? ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ ജനിച്ചു വീണപ്പോ നിങ്ങൾക്കുള്ള പാൽ കരുതി വച്ചിട്ടാണ് നിങ്ങളെ പ്രകൃതി ഉരുവാക്കിയിട്ടുള്ളത്. നിങ്ങളൊരു കേവല യാദൃശ്ചികതയുടെ പുറത്ത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ലബോറട്ടറി ഉണ്ടാകുന്ന പോലെ ഉണ്ടായ സാധനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണ്ട, വിട്ടേക്കും. കേവല യാദൃശ്ചികതയുടെ പുറത്തല്ല നിങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കഴിക്കാനുള്ള വിഭവം അമ്മയുടെ മാറിന്റെ രൂപത്തിൽ, അവിടുത്തെ പാലിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പ്രകൃതി? ആ മാറിടത്തെയും ആ ഗർഭപാത്രത്തെയും എത്ര വർഷങ്ങൾക്ക് മുമ്പേ രൂപകൽപ്പന ചെയ്തു പ്രകൃതി. ഇതെല്ലാം ഒരുക്കി സമ്പൂർണ്ണമായിട്ട് സജ്ജീകരിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്പേസ് തന്നിട്ടുള്ളത്. ഇത്ര കാലം മുമ്പേ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രകൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കി തരില്ലേ? അത് മനസ്സിലാവണമെങ്കിൽ നാളെ നമ്മൾ പോകുന്നില്ലേ കാട്ടിൽ ഇങ്ങനെ കണ്ടാ പോരെ, കാണണം, കണ്ട് തുറന്ന് കാണണം. ഞങ്ങളൊക്കെ കാട്ടില് മാസക്കണക്കിന് വർഷക്കണക്കിനൊക്കെ ജീവിച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കാടിന്റെ നിയമങ്ങളൊക്കെ മാറി. ഞങ്ങൾ നിങ്ങളുടെ ചേട്ടനോട് സംസാരിച്ചു, അതൊക്കെ നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് അത് പോട്ടെ. കാട് സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും തമ്മിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സമഗ്ര സംവിധാനമാണ്. ഈ സമഗ്രതയുടെ പുറത്ത് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവന്റെ വിചാരം എന്ന് പറയുന്നത് ഈ ഉപഭോഗത്തിന് വേണ്ടി ജീവിക്കണം. ഞാൻ വിഷയം വിട്ടു പോയതുകൊണ്ട് ഞാൻ തിരിച്ചും വേഗം വരികയാണ്. വിഷയം ഇതാണ്, നമ്മൾ പ്രകൃതിയിൽ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രകൃതിയുടെ മുകളിൽ പ്രകൃതിയിലെ ഉപഭോഗം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ വഴിമാറിയത്. നമ്മൾ കുഞ്ഞിനെ നടതള്ളി കുഞ്ഞിനെ നമ്മളെ പോലെ ആക്കി മാറ്റുമ്പോൾ അവൻ പഠിക്കുന്നത് ഉപഭോഗത്തിന്റെ ആൽഗോരിതമാണ്. ഉപഭോഗം ചെയ്യാനുള്ള ആൽഗോരിതം. ഗുണഭോഗം എന്നൊരു കാര്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉപഭോഗവും ഗുണഭോഗവും. ഉപഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിനെ ഉപജീവിക്കുന്നു, അതിനെ എടുത്തുകൊണ്ട് ജീവിക്കുന്നു. ഗുണഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ളത് എടുക്കുന്നു, അതിന്റെ ഗുണകാംക്ഷിയാണ് ഞാൻ. എനിക്ക് വേണ്ടത് എടുത്തുപയോഗിക്കുന്നു, എനിക്ക് വേണ്ടത് മാത്രം ഉപയോഗിക്കുന്നു. പശുവിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പശുവിനെ ആടിനെ തൽക്കാലം ഉദാഹരിക്കട്ടോ. ആടിനെ നമ്മുടെ വീട്ടിനകത്തേക്ക് കടത്താൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. കാരണം എന്താ? കണ്ട ചെവിയൊക്കെ കടിക്കും, കണ്ടതിലൊക്കെ കണ്ട് തലയിടും. മനുഷ്യന്റെ സ്വഭാവം എന്താണ് പറയാം. ആ പശു അങ്ങനെയല്ലല്ലോ, അതിന് വേണ്ടത് കഴിക്കും, അത് കഴിഞ്ഞാൽ പോയി കിടക്കും. അതാണ് ഗുണഭോഗം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, അതിനെ എടുത്താൽ മതി. നമുക്ക് വേണ്ടാത്ത വിഭവങ്ങൾ മുഴുവൻ എടുക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ കൽപ്പന, നമ്മുടെ ഭാവന അതിലാണ്, എവിടെ നിന്ന് എടുക്കാം എന്നുള്ളത്. അപ്പൊ എവിടെ നിന്ന് എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മുഴുവൻ മാർക്കറ്റുകളാണ്, വിപണന കേന്ദ്രങ്ങളാണ്, അല്ലെ? അങ്ങനെ നോക്കുമ്പോ അമ്മയുടെ പാല് നമുക്ക് കിട്ടുന്നില്ലേ? അമ്മയുടെ പാലിനെ നമുക്ക് വിറ്റ് കാശാക്കാൻ വേണമെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമെന്ന് തോന്നും. മാതാവായി കരുതുന്ന ജീവിയാണ് പശു. ചെറിയ കാലം മുതൽ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പശുവിന്റെ പാല് ഉപയോഗിക്കും. മാതാവിനെ നമുക്ക് വിൽക്കാം, ഗോമാതാവിനെ നമുക്ക് വിൽക്കാം. ഗോമാതാവിന്റെ മാംസം തിന്നാൻ പാടില്ല കേട്ടോ, അത് കേടാണ്.
ഗോമാതാവിന്റെ മാംസം തിന്നാൻ പാടില്ല. അത് ഞാനും അതിനെതിരാണ് കേട്ടോ. ഗോമാതാവിന്റെ മാംസം തിന്നുന്നതിന് ഞാനും എതിരാണ്. പക്ഷെ ഗോമാതാവിന്റെ മാംസം കഴിക്കാം. വ്യാകരണം നിങ്ങൾക്ക് കുറച്ച് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും. അറിയോ കാര്യമൊക്കെ? അറിയുന്നവരെ അവിടെ ഇരിക്കട്ടെ, അറിയാത്തവർക്ക് തൽക്കാലം മനസ്സിലാവണ്ട. പച്ച രാഷ്ട്രീയമാണ്, അതവിടെ ഇരിക്കട്ടെ. എന്താണെങ്കിലും ഈ നമുക്ക് ഉപഭോഗം ചെയ്യാനുള്ള താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തിനെ കണ്ടാലും, ഗോമാതാവിനെ കണ്ടാലും സ്വന്തം മാതാവിനെ കണ്ടാലും നമുക്ക് വിൽപ്പനയ്ക്കുള്ള ചരക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ കാര്യം നമ്മൾ അതിനെ കാണുന്ന സാധനത്തിനെ അതിന്റെ ഉപകരണ മൂല്യം അതിനെ ഉപഭോഗം ചെയ്യാനുള്ള, ഉപകരിക്കാൻ, അതിന്റെ ഉപകാരം എത്രയുണ്ടെന്ന് അറിയാനുള്ള ഉപകരണത്തിനനുസരിച്ചുള്ള മൂല്യം കണക്കാക്കുന്നത് കൊണ്ടാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്നാണ് പറയുന്നത്, ഉപകരണ മൂല്യം എന്നുള്ളത്. ഞാൻ ഒരാളെ കാണുന്നു, അയാളെ ഇവിടെ വാന്ന് പറയുന്നു, അയാൾക്ക് തോന്നുന്നുണ്ട് എന്നേക്കാളും വലുതാണ്, ഇവനെതിരെ എന്നെ ഇവിടെ വാന്ന് പറയേണ്ടതെന്ന് തോന്നിയാൽ എന്താണ് തിരിച്ചു ചോദിക്കണ്ടേ? അല്പം ഞാൻ ചെറുതാണെന്ന് തോന്നുന്നവരെന്താണ് ചെയ്യുക? ഇവ എവിടെ വന്ന് വെച്ചാൽ ഉടനെ പോകും. ശരിക്കും വലുതായി നിൽക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് വിളിക്കാൻ തോന്നില്ല, ഇവിടെ വന്ന് പറയാൻ തോന്നില്ല. ശരിക്കും ആ അകത്തുള്ള മൂല്യം പുറത്തിങ്ങനെ പ്രകടമായി നിൽക്കുന്നതിന്റെ അടുത്തേക്ക് നമ്മൾക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അകത്തുള്ളതിന്റെ മൂല്യം പുറത്ത് തിളങ്ങി നിൽക്കുന്നതിനാണ്. പക്ഷെ ശരിക്കും അകത്ത് മൂല്യം നിറഞ്ഞു നിൽക്കുന്നത് പുറത്തേക്ക് കാണിക്കില്ല. ഭാരം കൂടിയത് തലകുലിക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഭാരം കൂടിയത് തലകുലിക്ക്. അപ്പോ അകത്ത് മൂല്യം കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഹെറന്റ് വാല്യൂ അല്ലെങ്കിൽ ലീനമൂല്യം എന്നുള്ളത്. നിങ്ങൾ ഒരു ചെടിയെ കാണുന്നു, അത് പറമ്പിന്റെ ഓരത്താണ്, അതവിടെ നിൽക്കണോ വേണ്ടയോ, എന്നിട്ട് അതിന്റെ ആയുസ് ജീവനോടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. കാരണം അതിന്റെ സ്ഥലത്തിന്റെ ആധാരം നിങ്ങളുടെ പേരില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും അതവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ചന്ദനമാണെങ്കിൽ വെട്ടിക്കളയുന്നത്, വളരട്ടെ, വലിയ തുക കിട്ടുമെന്ന് വിചാരിക്കും. ചന്ദനമല്ല, ഒരു മഞ്ഞപ്പാവട്ടയാണെങ്കിൽ നിങ്ങൾ ഉടനെ അതിനെ കളയാൻ നോക്കും. കാരണം നിങ്ങളുടെ കാഴ്ചയിൽ അതിന് ഉപകരണ മൂല്യമാണുള്ളത്. നിങ്ങൾക്ക് അതിന്റെ ലീനമൂല്യം, ഇൻഹറന്റ് വാല്യൂ അറിയില്ല. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ഇൻഹറന്റ് വാല്യൂ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഒരു വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട, താഴ്ന്ന വിദ്യാഭ്യാസമുള്ള, താഴ്ന്ന കോൺഫിഡൻസ് ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ. ഞാൻ കയറി നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാൻ, പച്ചമലയാളത്തിൽ തന്തയ്ക്ക് വിളിക്കാൻ സഹിക്കുള്ളൂ. നിങ്ങൾ വളരെ താഴ്ന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്, അയാളെ കയറി ഞാൻ തന്തയ്ക്ക് വിളിച്ചാൽ സഹിക്കില്ല. കാരണം എന്താ? അവിടെ നമ്മുടെ ആ സാധനങ്ങൾ വർക്ക് ചെയ്യും, നമ്മുടെ പൈതൃകം, നമ്മുടെ പിതൃബോധങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും. തന്തയ്ക്ക് വിളി അല്ലാതെ വേറെ എന്തിനെ വിളിച്ചാലും നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമ്മുടെ അകത്ത് ഒരു മൂല്യമുണ്ട് എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയില്ല. തന്തയ്ക്ക് വിളിക്കുമ്പോൾ അത് നാട്ടു നടപ്പാണ്. എന്റെ അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തല്ലും, ഇത് നാട്ടു നടപ്പാണ്. എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ചു തല്ലും എന്ന് പറയുന്നത് നാട്ടു നടപ്പാണ്. ഈ നാട്ടു നടപ്പല്ലാതെ വേറെ എന്തിനെ വിളിച്ചാലും നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമുക്ക് ലീനമൂല്യമുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് ലീനമൂല്യമുണ്ടെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ മറ്റൊരു ജീവിക്ക് ലീനമൂല്യമുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഹെറന്റ് വാല്യൂ ഇല്ലാതെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇൻസ്ട്രുമെന്റൽ വാല്യൂ വെച്ച് കാണുന്ന സമയത്ത് ഭൂമിയുടെ മുകളിൽ നമ്മൾ കാണുന്നതും അതേ കാഴ്ച തന്നെയാണ്. ഭൂമിയെ നമ്മൾ വിലയിരുത്തുന്നതും ഇൻസ്ട്രുമെന്റൽ വാല്യൂ വെച്ചിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഭൂമിയുടെ മുകളിലാണ്. ആനപ്പുറത്ത് പാപ്പാനിരിക്കുന്നത് പോലെ ഭൂമിയെ നിയന്ത്രിക്കുന്ന ജീവിയാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ അതിന്റെ പുറത്ത് കയറി നിൽക്കുന്നു. ഇതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. അവന്റെ ഉള്ളിലുള്ള ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂ വെച്ചിട്ട് അവൻ ഭൂമിയെ കാണുന്നത് കൊണ്ട് ഈ ഭൂമിയുടെ അകത്ത് ആണ് അവൻ എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. ഭൂമിയുടെ അകത്താണ് നമ്മൾ എന്നുള്ളത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? നമ്മൾ ഭൂമിയുടെ അകത്താണെന്ന് ഇതിനു മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞു കേട്ടത് നിങ്ങൾ അംഗീകരിച്ചിട്ട് പറയണ്ട. എത്ര പേർക്ക് നിങ്ങൾ ഭൂമിയുടെ അകത്താണ് ജീവിക്കുന്നതെന്ന് അറിയാം? ഓക്കെ, ഭൂമിയുടെ പുറത്തല്ല. ജ്ഞാനപ്പുറത്ത് പൊതുയിരിക്കുന്നത് പോലെ നമ്മൾ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് തിരുത്തുക. ഭൂമിയുടെ അകത്താണ്. നമ്മൾ ഇവിടുന്ന് ഇനി ഒരു 30,000 കിലോമീറ്റർ പോയാൽ പോലും ഈ ഭൗതിക ഭൂമി ഉണ്ട്, ഭൗതികമായിട്ടുള്ള അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ വായുമണ്ഡലമുണ്ട്, അന്തരീക്ഷം എന്ന് പറയുന്നുണ്ട്. ഇനി അതിന് ഭൗതികമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് പെട്ടെന്ന് അളക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക്
പോയി കഴിഞ്ഞാലുള്ള ഭാഗങ്ങളും അവിടെ ഉണ്ട്. ഏതാണ്ട് 30,000 കിലോമീറ്ററോളം ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കണം. അതിനും അപ്പുറത്തേക്ക് ക്വാണ്ടം മണ്ഡലമുണ്ട്. ഇത്രയും വലിയ സാധനത്തിന്റെ അകത്തിരുന്നുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വേറെയാണ്, നമ്മൾ അതിന്റെ പുറത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഭൂമിയുടെ മുകളിലല്ല, ഭൂമിയുടെ അകത്താണ് ജീവിക്കുന്നത് എന്നത് തിരിച്ചറിയില്ല. ചെറിയൊരു തങ്ങക്കാരെ നമ്മൾ ഒരു 20-25 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ഈ ഇതുപോലുള്ള പരിപാടികൾ ചെറിയ രീതിയിലാണ് നടത്തുക. ഒരു സ്റ്റേറ്റ് ലെവൽ പ്ലെയിനം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നടത്തും. അപ്പോൾ വരുന്ന ബുദ്ധിജീവികൾ മാത്രമേ വരുള്ളൂ, സാധാരണക്കാരൊന്നും വരില്ല, ഒക്കെ ബുദ്ധിജീവികളായിരിക്കും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ യാതൊരു കാരണവശാലും എന്നെ വിശ്വസിക്കരുത്. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയും, നിങ്ങൾ നിർബന്ധമായും ഇത് കഴിഞ്ഞു പോയിട്ട് ഇതിനെക്കുറിച്ച് വൃത്തിയായിട്ട് അന്വേഷിക്കണം. അവർ ഞാൻ പറഞ്ഞ 50% എന്തായാലും ചെയ്യും. ഞാൻ പറഞ്ഞത് അവർ ഒരിക്കലും വിശ്വസിക്കില്ല. രണ്ടാമത്തെ കാര്യം അവർ ഒരിക്കലും ചെയ്യൂല, അവർ അന്വേഷിക്കൂല. എന്തായി ഇത് ജന്മത്താർക്ക് മനസ്സിലാവില്ല. അല്ല, അതുപോലെ നിങ്ങൾക്ക് ഇതാനും പോയിട്ട് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. ഞാൻ ഈ പറഞ്ഞത് അതേപോലെ വിശ്വസിക്കല്ല, നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പോട്ടെ. അപ്പോ നമ്മൾ ഭൂമിയുടെ അകത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തന്നെ വേറൊരു രൂപത്തിൽ പറയാം. അതായത് നിങ്ങളുടെ കൈയുടെ അകത്താണ്, നിങ്ങളുടെ ശരീരത്തിനകത്ത് കുറെ അവയവങ്ങൾ ഉണ്ടെന്ന് അറിയാലോ അല്ലെ? അവയവങ്ങൾ ഉണ്ടെന്നറിയാം. എന്നുവെച്ചാൽ അവയവങ്ങൾ ചേർന്നിട്ടാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്, അറിയാലേ? ഞാൻ ഒരേ കാര്യം പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അകത്ത് കുറെ അവയവങ്ങൾ ഉണ്ടെന്ന് അറിയാം, അവയവങ്ങൾ ചേർന്നിട്ടാണ് നിങ്ങൾ ഉണ്ടായതെന്ന് അറിയാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അവയവങ്ങൾക്കകത്ത് കുറെ കലകൾ ഉണ്ടെന്ന് അറിയാം അല്ലെ? അത് ഇപ്പുറത്താണ്. അവയവങ്ങൾക്കകത്ത് കുറെ കലകൾ ഉണ്ടല്ലോ അല്ലെ? അല്ലെങ്കിൽ കലകൾ ചേർന്നിട്ടാണ് അവയവങ്ങൾ ഉണ്ടായെന്ന് അറിയാം. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കലകൾ ചേർന്നിട്ടാണ് അവയവം ഉണ്ടായെന്നത് അല്ലെ? കലകൾക്കകത്ത് കോശങ്ങൾ ഉണ്ടെന്നറിയാം അല്ലെ? വേറൊരർത്ഥത്തിൽ പറയാം, കോശങ്ങൾ ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്. ഞാൻ ഒരേ കാര്യമാണ് പറയുന്നത്, രണ്ട് രീതി പറയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നല്ലേ? അപ്പോ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്നിട്ട് ജീവി ഉണ്ടാകുന്നു അല്ലെ? ജീവികൾ ചേർന്നിട്ട് ജീവി വർഗം ഉണ്ടാവുന്നു, സ്പീഷീസ് ഉണ്ടാവുന്നു. സ്പീഷീസ് എന്ന് പറഞ്ഞ് കുറെ ജീവികൾ ചേർന്നതാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. സ്പീഷീസുകൾ ചേർന്നിട്ട് ജൈവ സമൂഹം ഉണ്ടാവും, ജീവരാശി ഉണ്ടാവും. ജീവരാശി എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ജീവികൾ ചേർന്നതാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഭൂമി എന്ന ഗ്രഹം ഉണ്ടാകുന്നത്. ഭൂമിയുള്ള ഗ്രഹത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞത്. ഭൂമി ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ ചേർന്നിട്ട് ഭൂമി ഉണ്ടാകുന്നു എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ ഇവിടെ പറയുന്നതിനെ നമ്മൾ ഇട പിരിച്ചുള്ള പഠനമായിട്ട് മനസ്സിലാക്കുക. ഇട പിരിക്കുന്ന പഠനം. ഇതിന് ഇട ചേർത്തുള്ള പഠനം എന്ന് പറയും. ഉദ്ഗ്രഥനം എന്ന് പറയും. ഇതിന് അപഗ്രഥനം എന്ന് പറയും. ഇട പിരിക്കുക, വേർതിരിക്കുക. ഇത് ഇട ചേർത്ത് പോകുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് സമഗ്രമായ ഒരവസ്ഥ വരിക. അപ്പോ ഇത്രയും വരെ മനസ്സിലായല്ലോ ഭൂമി. ഈ ഭൂമി പോലുള്ള കുറെ ഗ്രഹങ്ങൾ ചേർന്നിട്ടാണ് സൗരയൂഥം ഉണ്ടായത്. സൗരയൂഥം പോലുള്ള കുറെ സിസ്റ്റംസ് ചേർന്നിട്ടാണ് ഗാലക്സി ഉണ്ടായത്. ഗാലക്സി പോലെ ചേർന്നിട്ടാണ് പ്രപഞ്ചം. ഇതൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച കഥകളാണ്. കഥ വെറും കഥകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി നേരെ തിരിച്ചിപ്പുറത്താണെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗാലക്സികളുണ്ട്. അതിലൊരു ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വെയിൽ ഒരുപാട് സോളാർ സിസ്റ്റംസ് ഉണ്ട്. അതിനകത്ത് ഇതുണ്ട്, അതിനകത്ത് ഡേറ്റ നമുക്ക് കിട്ടി. ഇടപിരിച്ച് വന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന ആ സാധനത്തിന് വേറൊരു പേര് പറയും. എന്താ പറയുക? റിഡക്ഷനിസം എന്ന് പറയും. റെഡ്യൂസ് ചെയ്ത് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം എന്താ എത്തുക? അണുക്കളിലെത്തും, അല്ലെങ്കിൽ ക്വാക്കിലെത്തും. ക്വാക്കിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത സാധനം ഇല്ല എന്നാണ് ശാസ്ത്രം പറയാം. ഏത് ശാസ്ത്രം? ഈ പ്രചുര ശാസ്ത്രം, പ്രചരിപ്പിക്കപ്പെട്ട ശാസ്ത്രം. യഥാർത്ഥ ശാസ്ത്രം അതിനപ്പുറത്ത് അന്വേഷിച്ചു കൂട്ടോ.
പ്രചുരശാസ്ത്രം, പോപ്പുലർ സയൻസ് എന്ന് പറയുന്നത് കാണാൻ പറ്റത്തില്ല. ഉണ്ട് എന്നതിന് തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന്റെ തെളിവ് എന്നാണ് അവര് പറയുക. ചിരിക്കുന്നത്. അപ്പൊ അത് പോട്ടെ, ഞാൻ പറഞ്ഞതിലൊക്കെ അവിടെ ഇവിടെ കൊട്ടൻ തട്ടോ കിട്ടേണ്ടവർക്കൊക്കെ കിട്ടുക, വാങ്ങിക്കേണ്ടവർക്കൊക്കെ വാങ്ങിക്കുക, ഇവിടെ എത്തേണ്ടവർക്കൊക്കെ മനസ്സിലാവും. സജി, സന്തോഷം, നമസ്കാരം. അപ്പോ ഈ റിഡക്ഷനിസം എന്ന് പറയുന്നതിൽ നമ്മൾ ഇടപിരിച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഇട ചേർത്ത് പഠിക്കുന്ന സമയത്ത് കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാവുന്നു, കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാവുന്നു, അവയവങ്ങൾ ചേർന്നിട്ട് ശരീരം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതേ രീതിയിൽ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. സൈക്കിൾ നമ്മൾ വീട്ടിലുണ്ട്. സൈക്കിളിനെ നമ്മൾ ഇട പിരിക്കാൻ തീരുമാനിച്ചു. കമ്പി തിരിച്ചു, നെറ്റ് തിരിച്ചു, എല്ലാം വെവ്വേറെ തിരിച്ച് എല്ലാം തിരിച്ചു. എന്നിട്ട് മോളോട് പറഞ്ഞു നീ അതിന്റെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം. ആ മുഴുവൻ സാധനത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. മോളോട് പറഞ്ഞു നീ സാധനം വാങ്ങിച്ചിട്ട് വന്നു. ഈ ലിസ്റ്റ് കൊടുത്തിട്ട് അത് മുഴുവൻ അവൾ പോയി വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ പൊന്നിയോട് പറയുന്നു അത് ഉപയോഗിച്ചോളാം. ഇവിടെ ഒരു സൈക്കിള് തിരിച്ചതാണ്, ഇവിടെ ഈ സൈക്കിൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അവൾ ഇതെല്ലാം ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. എല്ലാം നല്ല ഭംഗിയായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പൊന്നി എടുത്തത് പൊന്നിയോട് നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈക്കിൾ ഉപയോഗിച്ച പോലെ അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവ ചേർന്നാണ് നിന്നിരുന്നത് ആ തുടക്കത്തിൽ. അതിനെ പിരിച്ചിട്ടാണ് നമ്മൾ ഈ ഘടകങ്ങൾ നോക്കിയത്. ഇവിടെ ചേർന്നിട്ടില്ല. ഇട ചേരുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇട ചേർന്നിട്ടില്ല. കണക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ. 1 1 2 എന്നാണ് പഠിച്ചത്. 1 1 3 നമ്മൾ പഠിച്ചിട്ടില്ല. ഇട ചേർക്കാൻ പഠിച്ചാൽ നമ്മൾ 1 1 3 ആണെന്ന് മനസ്സിലാവും. ഇട ചേർക്കാൻ പഠിച്ചാൽ 1 1 3 ആണെന്ന് നമ്മൾ മനസ്സിലാവും. ഇത് വലിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് വസ്തുക്കൾ ഇപ്പോ 10 ഗ്രാം തൂക്കമുള്ള ഒരു വസ്തുവും 10 ഗ്രാം തൂക്കമുള്ള വസ്തുവും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ 20 ഗ്രാം തൂക്കം വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. 20 ഗ്രാം തൂക്കം വരില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ വലിയ അളവിനെ കുറിച്ചല്ല പറയുന്നത്, ചെറിയ അളവിലുള്ള കാര്യമാണ്. 10 കൂടെ കൂട്ടിയാൽ 20 അല്ല വരിക, അതിലൊരു കുറവ് വരും. 19 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. ആ കുറവ് വരുന്നതിന് ദ്രവ്യമാന ദോഷം അഥവാ മാസ് ഡിഫക്ട് എന്ന് പറയാം. കുറവ് വരും. ആ കുറവ് വരുന്നത് എവിടെ പോകും? അതൊരു പുതിയ സ്വഭാവമായി പ്രത്യക്ഷമാവും. എമേർജ് ചെയ്യുന്ന പറയും, എമർജിങ് പ്രോപ്പർട്ടി എന്ന് പറയും. പുതിയ സ്വഭാവമായി പ്രത്യക്ഷമാവും. ഈ പുതിയ സ്വഭാവമായിട്ട് വരുന്നതാണ് സൈക്കിളിന്റെ മോളിൽ ഇങ്ങനെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന ഒരു സ്വഭാവം. അതിനു മുമ്പ് നമുക്ക് ഒരു കമ്പി പോലെ സാധനത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ സാധനത്തിന്റെ മോളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മറിഞ്ഞു പോയില്ലേ? ഇത് മറിഞ്ഞു പോകാതെ നീളത്തിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാവുന്ന, അതിനുശേഷം ബൈക്കുകളും അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയുള്ള ഈ ഒരു സങ്കേതത്തെ വെച്ചിട്ടാണ്. ഈ കാര്യങ്ങളെ ഇട ചേർത്തപ്പോൾ, ഇവയെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ അതിൽ പുതുതായി പ്രത്യക്ഷമായ ഒരു സ്വഭാവം. എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചേർന്നതിനേക്കാളും കൂടുതൽ മോർ ദാൻ ദി ടോട്ടൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതൊരു സാധനത്തിലും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നാൽ നമ്മളാവില്ല. അവയവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ കൂടെ മറ്റെന്തോ കൂടെ വന്ന് പ്രത്യക്ഷമാകുന്നുണ്ട്. അതിനെയാണ് നമ്മളുടെ ഭാഷയിൽ ജീവൻ എന്ന് പറയുക. ഇതുപോലെ ഞാനും ഭൂമിയും ഞാനും എന്നെ പോലുള്ള മനുഷ്യരും ചേർന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒറ്റ സമൂഹമാകുന്നു. ആ ഒറ്റ സമൂഹമാകുന്ന ഒരവസ്ഥയെ വെച്ച് നമ്മൾ മനുഷ്യരാശി എന്ന് വിളിക്കുന്നു. ഇതുപോലെ പട്ടികളും ഒക്കെ കൂടെ ചേർന്നിട്ട് അപ്പുറത്തൊരു സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ അതാണെന്ന് പറയുന്നു. പൂച്ചകളെല്ലാം അപ്പുറത്താണെന്ന് പറയുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഭൂമിയിലെ ജൈവരാശി എന്ന് പറയുന്നു. കാട്ടിനകത്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെയാണെന്ന്. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യർ മാത്രം കൂടിയിരിക്കുന്ന ഒരു വിഭാഗവും, നമ്മൾ മനുഷ്യർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങള് നായന്മാരൊക്കെ കൂടെ ഒരു ഭാഗത്ത്, ഈഴവരൊക്കെ കൂടെ ഒരു ഭാഗത്ത്, റാവുത്തന്മാരൊക്കെ കൂടെ ഒരു ഭാഗത്ത് പോയി താമസിക്കുക. അങ്ങനെയല്ല. കാട്ടില് ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇഴുകിയാണ് ജീവിക്കുക. വേരുകളൊക്കെ കൂടെ ഇങ്ങനെ ഇടപിരിഞ്ഞിരിക്കില്ലേ, അതുപോലെ ഇടപിരിഞ്ഞാണ് ഇരിക്കുക. ആ ഇടപിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം കൂടെ ചേരുന്ന ഒരു ആകത്തുകയുണ്ട്. ഈ സൈക്കിള് അസംബിൾ ചെയ്ത പോലെ ഒരു ആകത്തുകയുണ്ട്. സൈക്കിൾ കാണിക്കുന്ന ആ വിശേഷമായ സ്വഭാവമില്ല, അതുപോലെ കാടിനൊരു വിശേഷ സ്വഭാവമുണ്ട്. ആ വിശേഷ സ്വഭാവത്തെ നമ്മൾ സാധാരണ രീതിയിൽ വന്യത എന്നൊക്കെ പറയും. അത് നമ്മുടെ ശരീരത്തിലും കാണാം. ശരീരത്തിൽ കാണുന്നതിനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കും. ജീവൻ എന്ന് വെച്ചാൽ എന്താ? ഈ ചോദ്യം നിങ്ങൾ അറിയാവുന്ന ഡോക്ടർമാരോട് ചോദിക്കുന്നുണ്ടോ? ജീവൻ എന്ന് വെച്ചാൽ എന്താണ്? ജീവന്റെ താക്കോലം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരില്ല.
അവരോട് തന്നെ ചോദിക്കണം, എന്താണ് ജീവൻ? ഒരു സംവിധാനത്തിന്റെ സ്വയം രൂപീകരിക്കാനും സ്വയം സംഘടിക്കാനും സ്വയം പ്രവർത്തിക്കാനും സ്വയം വംശീകരിക്കാനുമുള്ള ഒരു സ്വഭാവത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ജീവനില്ലേ? ഉണ്ടല്ലോ. അതിന്റെ പ്രധാന സ്വഭാവം എന്താ? അതിനെന്ത് കേട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യും, അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും. അതിനെന്ത് പ്രശ്നം വന്നാലും അത് ശരിയാക്കും. കാരണം അതിനെ ഉണ്ടാക്കിയത് ഡോക്ടറല്ല, ഒരു മെക്കാനിക്കല്ല, വെളിയിലുള്ള ഒരു സാധനമല്ല. അതിനെ ഉണ്ടാക്കിയത് അതാണ്, അത് തന്നെയാണ്. അതിന്റെ സ്വയം ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. സ്വയം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനുള്ള ശരീരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണോ ആ ജീവൻ? അല്ല. നിങ്ങളൊരു വലിയ ശരീരത്തിന്റെ അവയവമാണ്. ഏത് ശരീരം? ഞാൻ ഇടയിൽ കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്യണം, എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഭൂമി എന്ന ശരീരത്തിന്റെ ഭൂമി ദേവത, ഈ വലിയ ചിത്രം ഗയ്യ എന്ന് പറയുന്നത്. നാളെ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു എക്സസൈസ് ഉണ്ട്, അതിലേക്ക് നിങ്ങളെ കയറ്റണം. അത് ഭൂമി ദേവതയാണ് കേട്ടോ, ഭൂമി ദേവി. നമ്മൾ ആ ഭൂമിയെ ഒരു ദേവിയായിട്ടോ ദേവതയായിട്ടോ മനസ്സിലാക്കുന്നു. എന്തിനാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് കാര്യം പിടികിട്ടാൻ വേണ്ടി. നമ്മളിപ്പോ അവിടേക്ക് ഒരു രാവനെ ഇടാം, ക്രിസ്തുവിനെ ഇടാം, രൂപമില്ലാത്തവരെയൊക്കെ കൊണ്ടിടാം. നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആളെ കൊണ്ടിടുന്നതല്ലേ നല്ലത്. ഭൂമിക്ക് നമ്മുടെ അതേ രൂപം കയ്യും കാലും തലയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടോ ഇവിടെ? ഉണ്ടോ? ഉണ്ടോ? ഭൂമി ദേവത എന്ന് പറയുന്നത് ദേവതയുണ്ടോ? ഇല്ലല്ലോ. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ നമ്മൾ അവിടെ ഒന്നിനെ ഇരുത്തിയിട്ടുണ്ട്. ഈ ഭൂമി ദേവതയാകുന്നതിന് മുമ്പുള്ള കാര്യം എടുക്കുക. ഭൂമിക്ക് ജീവനുണ്ടോ? ഭൂമിക്ക് ജീവനുണ്ടോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്വയം പ്രവർത്തിക്കുകയല്ലോ ഭൂമി, സ്വയം കൈകാര്യം ചെയ്യുമല്ലോ, സ്വയം സംരക്ഷിക്കുമല്ലോ. നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങള് അറിയപ്പെടുന്നത് നമ്മുടെ പ്രധാന ലേബൽ പരിസ്ഥിതി പ്രവർത്തകരാണെന്നാണ്. പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറയാ സാധാരണ? ഭൂമിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം. നടക്കണ കാര്യമാണോ അത്? നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയും. പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു. നേരത്തെ പീറ്ററേട്ടൻ പറഞ്ഞത് പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുക. അമ്മയ്ക്കൊരു കപ്പാസിറ്റി ഉണ്ട് കുഞ്ഞിനെ പിടിച്ചോണ്ട് നടക്കാൻ. അവിടെ കിടന്ന് കുഞ്ഞ് സകല പരാക്രമം ഉണ്ട്. ഇതിനൊക്കെ പണ്ട് കാണിച്ച പോലെ സകല പരാക്രമം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ എലിഞ്ഞിരിക്കുന്നത് അമ്മയും കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യും? കയ്യിൽ താഴെ പോവില്ലേ? പോവില്ലേ? താഴെ പോകാതെ നോക്കിയാൽ അവനവന് കൊള്ളാം. മനസ്സിലായോ? താഴെ പോകാതെ നോക്കിയാൽ അവനവന് കൊള്ളാം, അല്ലാതെ ഭൂമിക്ക് ഒരു പരിക്കും സംഭവിക്കില്ല. മനസ്സിലാക്കുക. നിങ്ങൾ കുഞ്ഞിന്റെ കയ്യിൽ ചൂടുവെള്ളം കൊടുത്തിട്ട് കുഞ്ഞ് അത് മറിച്ച് കളയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ചൂടൊക്കെ അനുഭവപ്പെടും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഭൂമിയെ നിങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഭൂമിയെ നിങ്ങളെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല, കൂടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഭൂമി എന്ന് പറയുന്നതിന് ജീവനുണ്ട് എന്നുള്ളത് കുറച്ചു പേരെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. ഭൂമിക്ക് ജീവനെ ഇല്ല എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കൊള്ളൂ. അങ്ങനെ പറയാൻ ആരും ധൈര്യപ്പെടില്ല. കാര്യം എന്താ? ഇത്രയും പേര് ഭൂമിക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞൊരു വേദിയിൽ ഇല്ലാന്ന് എങ്ങനെ പറയും? ഭൂമി എന്ന് പറയുന്നത് കല്ലും മണ്ണും കട്ടയും കുറെ വെള്ളവും ഒക്കെ ചേർന്നതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതേ സാധനം നിങ്ങളുടെ ശരീരത്തിലുള്ളൂ അല്ലെ? നിങ്ങളുടെ ശരീരത്തിൽ തോലൊക്കെ പോയി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുതിയ തൊലി. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഭാഗ്യം അലോപ്പതിക്കാരും ശാസ്ത്രക്കാരൊന്നും ഇല്ലാത്തത്. 7 ദിവസം ഒന്നും ചെയ്തില്ലെങ്കിൽ സെപ്റ്റിക്കായി ചത്തുവോ എന്ന് പറയും. അങ്ങനെയൊന്നും പറയാതിരിക്കട്ടെ. തോല് വരും. നിങ്ങൾ വീടിന്റെ മുറ്റത്ത് തൂത്തുവാരുന്ന സ്വഭാവമില്ലേ? അടിച്ചു വാരുന്ന സ്വഭാവം, അത് ചെയ്യാതിരുന്ന എന്ത് വരും?
പുല്ല് മുളച്ചു വരും. നിങ്ങൾ തന്നെയല്ലേ ചെത്തിക്കോരി ഇട്ടത്, ഒന്നും ചെയ്യാതിരുന്നാൽ മുളച്ചു വരും. ഇവിടെ നിങ്ങൾ ചെത്തിക്കോരാതിരുന്നാൽ മുളച്ചു വരും. ഇത് ജീവന്റെ സ്വഭാവമാണ്. ഇവിടെ ഇല്ലാത്തതിനെ ഉണ്ടാക്കുക എന്നുള്ളത് ജീവന്റെ സ്വഭാവമാണ്. ഈ ജീവൻ എന്ന് പറയുന്ന, ഇപ്പോ പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ജീവൻ ചാടിപ്പോകുന്നു. ഗ്ലാസിന്റെ ഒരു ഫ്രെയിമിനകത്ത്, ഒരു പാസ്റ്ററാണ് എന്നോട് പറഞ്ഞത്, ഗ്ലാസിന്റെ ഒരു ഫ്രെയിമിനകത്ത് ഒരാളെ കിടത്തിയിട്ട് അവർ നടത്തിയ പരീക്ഷണമാണ് അത്രേ. അയാൾ മരിച്ചു പോയപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോയി. കാരണം ആത്മാവ് വെളിയിൽ പോകാൻ വേണ്ടി പൊട്ടിയതാണ്. അപ്പൊ ഞാനത് അവിശ്വസിച്ചില്ല. എന്താ കാര്യം അറിയോ, എനിക്ക് വിവരമില്ലാത്താണെങ്കിലും അങ്ങനെയും വരാലോ. എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ എല്ലാ സാധ്യതയും തിരിച്ചു പറിച്ചു വിശകലനം ചെയ്തു. എനിക്ക് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ കരുതുന്നത് എന്റെ വിവരക്കേടാണ്. പോട്ടെ. അപ്പോ ഈ ചാടിപ്പോകുന്ന ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു. ജീവൻ ഉള്ളതിന്റെ ആ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. പുല്ല് മുളയ്ക്കുന്നത് കാണാൻ പറ്റും, തോല് വരുന്നത് കാണാൻ പറ്റും, അല്ലെ? ഇണ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നത് കാണാൻ പറ്റും, അല്ലെ? ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രവർത്തനം കാണാൻ പറ്റും. പക്ഷെ ആ സാധനത്തിനെ കാണാൻ പറ്റില്ല. സാധനത്തിനെ കാണാൻ പറ്റാത്താകുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പണ്ടും യുക്തിവാദികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പറയും ഉണ്ട് എന്നും തെളിവില്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതിന് തെളിവ്. അപ്പൊ പിന്നെ ഉടനെ നമ്മുടെ ഒരു പരിപാടി ചെയ്തു. രാമൻ വീട് ഉണ്ടാക്കി വെച്ചു. തെളിവില്ല എന്ന് പറയപ്പെട്ടില്ല പ്രശ്നത്തെ കണ്ടം രാമനല്ല വില്ലുമൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര സംഭവമാണ് രാമൻ. അപ്പുറത്ത് വേറെ ഇതുപോലെ കൊമ്പുള്ളതും കൈയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒക്കെ ഉണ്ടാക്കി വെച്ചു. തെളിവായില്ല. അത് പണ്ടത്തെ യുക്തിവാദികളും ഭക്തിവാദികളും ചേർന്ന സർക്കസാണ്. അത് അവിടെ ഇരിക്കട്ടെ. അതല്ല കാര്യം നമ്മുടെ. അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് കാണണമെങ്കിൽ ഒരു രൂപം വേണം, പേര് വേണം എന്നുള്ളൊരു അവസ്ഥയുണ്ടായി. പേരാണോ ഇത്? അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയതില്ല. പേരല്ല ഇത്. ഇതൊരു പ്രവർത്തനമാണ്. ആധുനിക കാലത്ത് നമുക്ക് ആ പ്രവർത്തനത്തെ നമ്മളത് പ്രവർത്തനവുമല്ല, അത് പ്രതിഭാസമാണ്, ഫിനോമിനനാണെന്ന് പറയാൻ അറിയാം, അല്ലെ? നിങ്ങളൊക്കെ സ്കൂളിലും കോളേജൊക്കെ പോയി എന്തൊക്കെ പഠിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ ചില പദങ്ങൾ അറിയാം. പ്രതിഭാസം, ഓരോന്നിലും ഭാസം, തെളിഞ്ഞു കാണുന്നത്. പ്രതിഭാസം, ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത്. പ്രകൃതിയുടെ ചില പ്രവർത്തന സ്വഭാവങ്ങൾ നമ്മളിങ്ങനെ തെളിഞ്ഞ് വെളിപ്പെട്ട് കാണുന്നുണ്ട്. ആ പ്രവർത്തന സ്വഭാവത്തെയാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് ഒരു സാധനം താഴെ പോയി, ആരുടെ തലയിൽ വീണപ്പോ കഴിഞ്ഞപ്പോ അയാൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് താഴെ പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലം നമ്മൾ പറയുന്നു. നമ്മൾ അതിനെ പ്രകൃതി നിയമം എന്ന് പറയുന്നു. അത് കാണപ്പെടുന്നത് കൊണ്ട് അതിനെ പ്രതിഭാസം എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ജീവനെ പറയുമ്പോഴും നമുക്ക് ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രതിഭാസമാണെന്ന് പറയാം, അല്ലെ? പറയാലോ. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? ജീവൻ എന്നുള്ളത് ഒരു പ്രതിഭാസമാണെന്നുള്ളൊരു തർക്കമുണ്ടോ? നിങ്ങൾ ഭക്തിവാദി ആയിക്കോട്ടെ യുക്തിവാദി ആയിക്കോട്ടെ, അപകടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ജീവൻ സംരക്ഷിക്കാൻ കുറച്ച് ശ്രമിക്കില്ലേ? അപ്പൊ അവിടെ എന്തൊരു സാധനം ഉണ്ട്. ആ സാധനത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ഭക്തിവാദിയാണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ ജീവനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കും, ഇല്ലല്ലോ. നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ശരിയാവുന്ന വിശ്വസിച്ചിരിക്കും, ഇല്ലല്ലോ. അപ്പോ ജീവൻ എന്തോ ഒരു സാധനം, എന്തോ ഒന്ന് ട്യൂണിങ് നടത്തിയാൽ ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, ഒരു പ്രക്രിയയാണ് എന്നുള്ളത് മനസ്സിലായി. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളിപ്പോ പറഞ്ഞ പ്രതിഭാസം എന്ന പദം വെച്ചിട്ട് നമുക്ക് അതിനെ നോക്കാം. പ്രതിഭാസം എന്ന രീതിയിൽ നമ്മൾ അതിന് കണക്കാക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരുന്നു അതിന്, അല്ലെ? അപ്പോ ജീവൻ എന്നുള്ളത് ആ ഒരു വിളിപ്പേരാണെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായ പേര് ജൈവികത എന്താണെന്ന് നമുക്ക് പറയാം, അല്ലെ? ജൈവികത, അതാണ് പ്രതിഭാസങ്ങൾ. പ്രതിഭാസങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരതാണ്. ഇങ്ങനെയാണ് നമ്മൾ പേരിടുക. ജൈവികത അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? അഡ്ജക്റ്റീവ് അങ്ങനെയല്ലേ പറയാം. അപ്പോ ജീവൻ നൗണും അല്ല അഡ്ജക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രതിഭാസങ്ങളെ ഉപയോഗിക്കുക, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ജീവൻ എന്താണ്? അല്ല ജീവൻ എന്നുള്ളത് നൗണാണ് അഡ്ജക്റ്റീവ് ആണ്? നൗണാണ്. അപ്പോ ജൈവികത നൗണാണ്, ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ഇത് ഫിനോമിനൻ ആണെന്ന് വ്യക്തമാണല്ലോ, അല്ലെ? മറ്റേത് മിയർ നൗണാണ്, ഇത് ഫിനോമിനൻ ആണ്. ഓക്കെ,
അപ്പോ ഈ ജൈവികത എന്ന് പറയുന്ന പേരിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഇല്ലേ? അപ്പോ എന്റെ കോശത്തിന് ജീവനുണ്ട്, ശരിയല്ലേ? എന്റെ കോശത്തിന് ജീവനുണ്ട്. ജീവൻ എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയാണ്. കലയ്ക്ക് ജീവനുണ്ട്, അവയവത്തിന് ജീവനുണ്ട്, ഇതൊക്കെ സ്വയം പ്രവർത്തിക്കുമല്ലോ. എനിക്ക് ജീവനുണ്ട്, ഞാനിരിക്കുന്ന ഭൂമിക്ക് ജീവനുണ്ട്, ശരിയല്ലേ? എന്റെ കോശങ്ങൾ, ഇവിടെ കുറെ കോശങ്ങൾ, ഈ കോശങ്ങളെല്ലാം തമ്മിൽ പരസ്പരം ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ എന്റെ ഈ ശരീരം ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെ? ഈ കോശങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം പോകുന്ന നിമിഷം മുതൽ ഇത് ജീർണിച്ചു തുടങ്ങില്ലേ? പിന്നെ ശരീരം ശവമായി മാറില്ലേ? അല്ലാത്തപ്പോഴാണല്ലോ ഇത് ശിവമായി നിൽക്കുന്നത്, അല്ലെ? ഇതുപോലെ ജീവനുള്ള ഞാനും നിങ്ങളും പരസ്പരം ഹൃദയബന്ധത്തോടെ, സ്നേഹത്തോടെ, പാരസ്പര്യത്തോടെ നിൽക്കുമ്പോ ഇത് ശിവമായിരിക്കും. അതല്ലാത്തപ്പോ ഇത് ശവമായി മാറും. ഒരു ജീവി, ശിവമായിരുന്ന ജീവി ശവമായി മാറുന്ന സമയത്ത് ശരീരത്തിലെ ഘടകങ്ങളെല്ലാം വിഘടിച്ച് പോകും, ശരിയല്ലേ? ആ വിഘടനത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. പടക്കമല്ലേ, പടക്കം പച്ച കളറിൽ ബോംബ് പോലെ ഉണ്ടാക്കുന്ന ഒരു പടക്കം പൊട്ടുന്ന സാധനല്ലേ? അല്ലെങ്കിൽ തീ കൊടുത്താൽ ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് തീ കൊടുക്കുന്ന പോലെ എന്തൊരു ചന്തമാണ്. അതിന് പിരിമുരുത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, മണപ്പിച്ചാലൊക്കെ നല്ല മണമൊക്കെ വരും, നല്ല രസമാണ്, എടുത്ത് കടിക്കാനൊക്കെ പോകും. അങ്ങനത്തെ നല്ല ടേസ്റ്റ് സാധനമാണ്. തീയിൽ കൊടുക്കേണ്ട താമസം ആ കെട്ടൊക്കെ പോയിട്ട് ഇതിനെ പൊട്ടിത്തെറിച്ചു പോകും. ഇതിനാണ് വിസ്ഫോടനം എന്ന് പറയാ, എക്സ്പ്ലോഷൻ എന്ന് പറയാ. ഒന്നായിരിക്കുന്ന സാധനം വിഘടിച്ച് വെവ്വേറെയാകുന്ന ഒരവസ്ഥ. സ്വന്തം ശരീരം അതിന്റെ ആ പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെടുന്ന നിമിഷം ഇത് ശവമായി മാറും, എന്ന് വെച്ചാൽ വിഘടിച്ചു പോകും. വിഘടിക്കാൻ സമയമായി കഴിഞ്ഞിട്ട് ചെവി കേൾക്കാണ്ടാവും, കണ്ണ് കാണാണ്ടാവും, കിഡ്നി വരയ്ക്കേണ്ടാവും. അങ്ങനെ വിഘടിച്ച് ഓരോ സാധനമായിട്ട് വിഘടിച്ച് അവസാനം ശവശരീരം മൊത്തത്തിൽ വെവ്വേറെയായി മാറും, അല്ലെ? അങ്ങനെയല്ലേ മരണം ഉണ്ടാവുക? വിഘടിക്കുമ്പോ സ്വാഭാവികമായി കൂട്ടിപ്പിടുത്തം നഷ്ടാവില്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഭൂമിയുടെ കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്നുണ്ടോ? ഭൂമിയുടെ കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്നുണ്ടോ? പരസ്പര ബന്ധം പോകുന്നില്ലേ? പരസ്പര ബന്ധം പോകാതിരിക്കുന്ന സ്ഥലം കാണുമെങ്കിൽ കാട്ടിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന സാധനത്തിനൊക്കെ കാട് വലിയൊരു, നമ്മൾ ഇവിടെ മനുഷ്യകുലം കാണിക്കുന്ന കുരുത്തക്കേടുകളുടെ മുഴുവൻ എതിർപക്ഷം അപ്പുറത്തിരിക്കുന്നുണ്ട്. കാട്ടിൽ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇന്നും ഭംഗിയായി നടക്കുന്നുണ്ട്. കാരണം അവിടെ നമ്മുടെ ഇടപെടലുകൾ ഇല്ല. ഞാൻ ഒരു സാധാരണ ഭാഷയിലാണ് പറയുന്നത്. അതിനകത്ത് പൊളിറ്റിക്സും മറ്റുള്ളതൊക്കെ അപ്പുറത്ത് വേറെ കാര്യം. സാധാരണ രീതിയിൽ കാട്ടില് നമ്മുടെ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്വാഭാവികമായി എല്ലാം ചേർന്ന് സംഭവിക്കുന്നുണ്ട്. അവിടെ ഈ ജൈവികതയുണ്ട്. അപ്പോ കോശത്തിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ജൈവികതയുണ്ട്. കലകളിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ജൈവികതയുണ്ട്. എന്നിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കുന്നത് ജൈവികത മൂലമാണ്. അപ്പൊ എന്റെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ജൈവികത എന്നൊരു അവസ്ഥ കാടിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാടപ്പുറത്ത് അവിടെ കാണും. നമ്മൾ നാളെ കാണാൻ പോകുന്ന സ്ഥലമാണ് കാട്. പക്ഷെ കാടല്ലല്ലോ ഭൂമി. കാടും ഞാനും നിങ്ങളും എല്ലാം ചേർന്നതല്ലേ ഭൂമി. അതായത് ഉപരിയായിട്ടുള്ള വ്യവസ്ഥയാണ്, അല്ലെ? ആ ഉപരിയായിട്ടുള്ള ആ വ്യവസ്ഥയ്ക്കും ജീവനുണ്ട് നിങ്ങൾ സമ്മതിച്ചാണല്ലോ, അല്ലെ? എന്റെ ജീവനെ ഞാൻ ജൈവികത എന്ന് പറഞ്ഞു. ഈ ഭൂമിയുടെ ജീവനെയും നമുക്ക് ജൈവികത എന്ന് പറയാം. പക്ഷെ ഇത്രയും വലിയ സ്ഥാനത്ത് ജൈവികത എന്നുള്ള ചെറിയ പേരിട്ട് വിളിക്കണ്ട, ഒരു അക്ഷരം മാറ്റി വിളിക്കാം. നമുക്ക് എങ്ങനെ വിളിക്കാം? ദൈവികത എന്ന് വിളിക്കാം. കുഴപ്പമുണ്ടോ? അറിയൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ജീവനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വലുപ്പത്തിൽ കണ്ട ദൈവമായി. അതാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി. വിശദീകരണം കൂടുതൽ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നീ എന്തുകൊണ്ട് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മുഴുവൻ വിഴകേറി പറഞ്ഞുതരാം, അത് പ്രശ്നമല്ല. പക്ഷെ എളുപ്പത്തിൽ മനസ്സിലാകാൻ, നിങ്ങളുടെ ശരീരത്തിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ശരീരത്തിൽ ഒരു ജീവനുണ്ട്, അതിന്റെ പേരാണ് ദൈവം. ദൈവത്തിന്റെ പണി സ്വയം ഉണ്ടാക്കുക, സ്വയം സംരക്ഷിക്കുക, സ്വയം വംശീകരിക്കുക എന്നുള്ളതാണ്. ആ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഇടയിൽ നിങ്ങളുടെ കൈകടത്തലില്ലാതിരുന്നാൽ മതി. അമ്മ പാല് തരുന്ന സമയത്ത് അതങ്ങോട്ട് മാറ്റിയിട്ട് അതിന്റെ അമ്മയുടെ എന്തൊക്കെ കുത്തുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ, അതില്ലായിരുന്ന. അപ്പൊ നമ്മളിവിടെ ചോദിച്ചു വന്ന കാര്യം, ഞാൻ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധാരണ ആളെ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം പറയും.
പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ അകത്തോ പുറത്തോ എന്നാണ്. നമ്മൾ അകത്താണ്, ഭൂമിക്ക് അകത്താണ്, പ്രകൃതിക്ക് അകത്താണ്. അകത്താണെന്ന് പറയുമ്പോ എവിടെ അകത്താന്ന് വെച്ചാൽ അതിന്റെ പാർട്ടാണ് അല്ലെ. അകത്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെയും ചില ആളുകൾ അകത്തുണ്ട് കേട്ടോ. അകത്ത് വെച്ചാൽ വലിയൊരു പൽചക്രം, ഈ പൽചക്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ, അതിനകത്ത് നിന്നും ഊർജം എടുക്കാറുണ്ട്. ഈ വലിയ പൽചക്രത്തിന്റെ അകത്ത് വേറൊരു കുട്ടി പൽചക്രം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? വലിയ ചക്രം കറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ ചെറിയ പൽചക്രം 10 പ്രാവശ്യം കറങ്ങും. അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്. അങ്ങനെയാണ് ഭൂമിയിൽ എല്ലാത്തിനെയും ക്രമീകരിക്കുന്നത്. ഭൂമി ഇങ്ങനെ വലിയൊരു ചക്രം, അതിനകത്ത് നമ്മളാകുന്ന കുട്ടി കുട്ടി ചക്രങ്ങൾ. പക്ഷെ ചില ചക്രങ്ങൾക്ക് തോന്നും മുട്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വലിയ ചക്രത്തിനോട് മുട്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അതിനകത്തല്ലേ, എന്തായാലും സേഫ് അല്ലേ, മുട്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. മുട്ടിയിരുന്നാലാണ് ഈ കറക്റ്റ് ഇതിലേക്ക് കൺവേ ചെയ്യപ്പെടുക. മുട്ടിയിരുന്നില്ലെങ്കിൽ കൺവേ ചെയ്യപ്പെടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉദ്ദേശം മനസ്സിലാവുന്നുണ്ടോ? മുട്ടിയില്ലെങ്കിലും ഇതിനകത്തായതുകൊണ്ട് സുരക്ഷിത മണ്ഡലമാണ്, സുഖമണ്ഡലമാണ്. ആ സുഖമണ്ഡലത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മുട്ടിയില്ലെങ്കിലും സേഫ് ആയിരിക്കും. മക്കളെ പോലെ. മക്കളെങ്ങനെയാ? അപ്പനുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വീട്ടിലാണ്. എന്താ ചോറ് തരാത്തത് ചോദ്യം വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും ഞാൻ സമർപ്പിക്കുന്നു. എന്റെ സമയത്തിന് കിട്ടിയില്ലല്ലോ. അപ്പന്റെ അമ്മയുടെ ബുദ്ധിമുട്ടും മക്കൾക്ക് അറിയേണ്ട യാതൊരു കാര്യമില്ല. അവര് ചോദിക്കും അല്ലെ. അപ്പോ അകത്താണ്, സുരക്ഷിതമാണ്, പക്ഷെ മുട്ടിയല്ല ഇരിക്കുന്നത്. അപ്പന്മാർക്ക് മനസ്സിലായല്ലോ, അമ്മമാർക്ക് മനസ്സിലായല്ലോ മുട്ടാത്തതിന്റെ ബുദ്ധിമുട്ട്. മുട്ടിയില്ലെങ്കിൽ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. മുട്ടിയിരുന്നാൽ അതറിയും. ആ മുട്ടിക്കുന്ന പരിപാടിയുടെ പേരാണ് സാധന. ഈശ്വരൻ എന്ന ആ വലിയ ജൈവികതയോട് മുട്ടിയിരിക്കുന്ന പരിപാടിയുടെ പേരാണ് സാധന. അതാണ് മകളെ സാധകം ചെയ്യ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? മുട്ടിയിരിക്കണം, മുട്ടണം. മുട്ടിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ പലരുടെയും ധാരണ മുട്ടേണ്ട കാര്യം ഇതിനകത്തിരുന്നാ മതി എന്നാണ്. അങ്ങനെ മുട്ടാതിരിക്കുന്ന സാധനത്തിന്റെ പേരാണ്, മുട്ടാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാധനത്തിന്റെ പേരാണ് യുക്തി. യുക്തി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിഭ്രംശം, വഴിതിരിവ് എന്നാണ്. രണ്ട് കട്ട് യുക്തിവാദികളോട് ഇരിക്കുന്നുണ്ട്, ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. വിഭ്രംശം എന്നുള്ളത് നമ്മൾ ചേർന്നിരിക്കേണ്ട ഇടത്തു നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് മനുഷ്യന്റെ സവിശേഷ സ്വഭാവമാണ്. അവൻ ഇരിക്കേണ്ടത് യാതൊരു കാരണവശാലും ഇരിക്കില്ല അല്ലെ. മനുഷ്യന്റെ സവിശേഷ സ്വഭാവമാണ്. അവൻ ഇരിക്കേണ്ടിടത്ത് ഇരിക്കില്ല, വേറെ സ്ഥലത്തെ പോയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് ഇതിൽ നിന്നും, ഈ വലിയ വൃത്തത്തിൽ നിന്നും മാറി ജീവിക്കാൻ തോന്നും. അവന്റെ സഹജമായ ഭാവത്തിൽ നിന്നും മാറി ജീവിക്കാൻ തോന്നും. മനുഷ്യൻ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് അവന്റെ സഹജഭാവത്തിൽ നിന്നും മാറി ജീവിക്കുന്നത്. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം, പ്രകൃതിയുടെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം. പ്രകൃതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവനാണ്. ഭൂമി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഭൂമി വന്നിട്ട് ചെയ്യോ? ഭൂമിദേവി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ചെയ്യോ? ഇല്ല. കാരണം അങ്ങനെ ഒരു സാധനം അങ്ങനെയല്ല ഇത്. എന്റെ വയറിനകത്ത് ഒരു കാര്യം ക്രമീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ക്രമീകരണം ഞാൻ എന്ന വ്യക്തി വയറിനകത്ത് പോയിട്ട് സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ ഡോക്ടർമാർ ഈ സർജറി ചെയ്യുന്ന പോലെ ചെയ്യലാണോ ചെയ്യുന്നത്? അല്ല. ഞാനെന്ന ജീവി ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ എന്റെ തീരുമാനമാകുന്ന പ്രവർത്തനം എന്റെ കലകളിലൂടെ, കോശങ്ങളിലൂടെ പോയിട്ട് പ്രാദേശികമായിട്ട് ഈ പ്രവർത്തന നിർദ്ധരണിയെ, ആൽഗുരിതത്തെ അവിടെ നടപ്പിലാക്കുക എന്നുള്ളത് ചെയ്യുക. അതാണ് ജീവന്റെ പ്രവർത്തനം. അല്ലാതെ ഒരു സർജിക്കൽ നൈഫ് കൊണ്ട് അവിടെ മാറ്റിയിട്ട് അതിനെ മാറ്റി തിരിച്ചിട്ടിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു റിപ്പയറിംഗ് പ്രോസസ് അല്ല ചികിത്സ എന്ന് പറയുന്നത്, ശമനം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെ എന്ത് മാറ്റമുണ്ടായാലും അതിനെ പുനഃസ്ഥാപിക്കാനുള്ള പുനഃസ്ഥാപന ശേഷി അഥവാ റെസിലിയൻസ് എന്നുള്ള പരിപാടി ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്, നിങ്ങൾക്കുമുണ്ട്. മനസ്സുകൊണ്ട് അതിനെ കേടുവരുത്താതിരുന്ന മാത്രം മതി. നിങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. എന്ത് കാര്യവും ഞാൻ അധ്വാനിച്ച് നേടി ചെയ്ത് തീർക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. അത് നടന്നോളും.
എന്ന് വിചാരിച്ച് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നവരുണ്ട്. നടക്കില്ലേ? വൃത്തിയായി നടക്കും അല്ലെ? അധ്വാനിച്ചപ്പോ പറ്റിയ സൈത്തൻ, വിട്ടപ്പോ പറ്റിയില്ലേ? അത്രയേ ഉള്ളൂ. വിട്ടുകൊടുത്താൽ മതി. ഉറങ്ങാൻ പറ്റിയ ശരീരത്തിന്റെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഉറങ്ങാതിരുന്ന ശരീരത്തിന്റെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി വർക്ക് ചെയ്യില്ല, സിമ്പത്തറ്റിക് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ആക്റ്റീവായിരിക്കും, ഉണർന്നിരിക്കും, നിങ്ങളുടെ ബുദ്ധി നല്ലപോലെ പ്രവർത്തിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ വേഗം വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ വേഗം എന്ന് പറയുന്നത് 13 ഹെർട്സിന്റെ മുകളിലായിരിക്കും. അതിങ്ങനെ വർക്ക് ചെയ്ത് വളരെ സ്പീഡിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരീരത്തിന് ശമനം എന്നുള്ള പരിപാടിയേ ഉണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തും, നിങ്ങളുടെ ശരീരം ശുചീകരിച്ച് കൊണ്ടുവന്ന് ഏറ്റവും ഒപ്റ്റിമൽ ലെവൽ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലും നിങ്ങൾ ശക്തമായി നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. അപ്പോ പറഞ്ഞു, എനിക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോ ആനമല അറിയോ? ആനമലയിൽ ഗാന്ധിയാശ്രമമുണ്ട്. അപ്പൊ ഗാന്ധിയാശ്രമത്തിൽ നമ്മുടെ പരിപാടി നടക്കുക. അപ്പോൾ പുള്ളി പരിപാടിയുടെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു, നമ്മൾ പരിപാടി നടക്കുന്ന സമയത്ത് ക്ലാസിന്റെ സമയം കൂടുതലാണെങ്കിൽ ക്ലാസ് 10 മണിക്ക് അവസാനിപ്പിക്കണം. 10 കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മുമ്പിൽ വയ്ക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് സമയമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് അർത്ഥം എന്ന് പുള്ളി ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. അപ്പൊ ഒരുത്തോട് വെള്ളം വെച്ചിട്ട് അല്ല, അതുപോലെ നിർത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇത്രയില്ല. ഇത് ജീവൻ എന്ന് പറയുന്നതിന്റെ ഒരു സ്വഭാവം സ്വയം പ്രവർത്തനമാണ്. ആ ജീവൻ എന്നുള്ള സ്വയം പ്രവർത്തനത്തിന്റെ വലിയ രൂപത്തെയാണ് ദൈവികത എന്ന് പറയുന്നത്. അതിന് ആൾരൂപമോ വേറെ പ്രത്യേക രൂപമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ജീവനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ശരീരത്തിലെ ജീവനുള്ള ശരീരം എന്ന രീതി നമ്മൾ കാണും നമ്മുടെ ശരീരത്തിന്റെ രൂപത്തിലാണ്, ദൃശ്യരൂപത്തിൽ, ദൃശ്യ ശരീരമാണ്. അതുപോലെ തന്നെ ആ വിപുലപ്പെട്ട ഈശ്വരീയത്തിന്റെ രൂപം എന്താണ്? ദൃശ്യപ്രകൃതിയാണ്. ഈശ്വരനെ കാണണമെങ്കിൽ അവിടെ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കിയാൽ മതി. വെളിയിൽ ഇറങ്ങുക വെച്ചാൽ ഇതിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. കാണുന്നതൊക്കെ അതേ ഇരിക്കുന്ന ഈശ്വരന്മാർ മൊത്തം. ഇനി ഈശ്വരന്മാരൊന്നുമില്ല, അതേ ഇരിക്കുന്ന ഈശ്വരൻ. ചരമോ അചരമോ ആയിക്കോട്ടെ, സർവ്വതും ഈശ്വരീയം അല്ലേ? ഇതും കുറച്ചു കാലം കഴിയുമ്പോൾ ജീർണിച്ചു പോവില്ലേ? പൂർവസ്ഥിതിയിലേക്ക് പോവില്ലേ? എല്ലാം അങ്ങനെ തന്നെ. കല്ലിൽ ഉറങ്ങിയും മരത്തിൽ ഉണർന്നു, മൃഗങ്ങളിൽ ചിന്തിച്ചു, മനുഷ്യനിൽ ഭാവന ചെയ്തു, ഈശ്വരൻ നിലനിൽക്കുന്നു എന്നാ പറയും. അപ്പോ ആ ഈശ്വരൻ ആണ് ഇവിടെയുള്ളത്, ഈശ്വരീയമാണ് ഇവിടെയുള്ളത്. അതിന് മറ്റേ അമ്പും വില്ലും പിടിച്ച, അല്ലെങ്കിൽ മറ്റേ കയ്യില് ഭയങ്കര ചാട്ട ഉണ്ടായ, അല്ലെങ്കിൽ ഇങ്ങനെ ശൂലം പിടിച്ച സാധനമൊന്നും അല്ല. പകരം അമ്മയെപ്പോലെ അച്ഛനെ പോലെ കരുണാമയനായ ധാർമ്മികനായ ഒരു ജൈവികത. അത് നിങ്ങൾക്ക് വലിയ രൂപത്തിൽ കാണുമ്പോൾ അധി എന്ന് വെച്ചാൽ അതി അല്ല കേട്ടോ, അധി ജൈവികത ആണ് ആ ഈശ്വരൻ എന്ന് പറയുന്ന ഒരവസ്ഥ. വിശ്വാസികൾക്ക് അങ്ങനെ എടുക്കാം. യുക്തിവാദികൾക്ക് അവർ പറയുന്ന ഈശ്വരൻ ഇതാണ് എന്ന് എടുത്താൽ മതി. തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അവരെ ഈശ്വരനെയാണ് നമ്മൾ അധി ജൈവികത എന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടാണെങ്കിലും കാര്യം ഒന്ന് തന്നെ. ഇന്ന് നമ്മൾ ആ പട്ടിയുടെ അടുത്ത് നിന്നപ്പോ നമ്മൾ പറയുന്ന ഭാഷ അവന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മനസ്സിലായില്ല അവര്, അല്ലേ? അപ്പൊ ഉണ്ടായ ഒരു സ്നേഹത്തിന്റെ ഒരു സംഭവം അതിൽ നമ്മളെല്ലാരും കൂടെ വെറുതെ വടി പിടിച്ച പോലെ കുറച്ച് എക്സസൈസ് ചെയ്താണെങ്കിൽ അത് ഒരു ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയായിട്ട് പോയേനെ. അവനും കൂടെ വന്നു നിന്നപ്പോഴോ എല്ലാവർക്കും അതിനോട് ഒരു ഇത്. അതിനിടയിൽ ഇവിടെ ആർക്കോ 2 പേർക്ക് അടിക്കുവോ മാറും വെറുതെ അവസ്ഥ, അല്ലെ? ആ ഭയപ്പാട്, പട്ടിയെ ഭയക്കുന്നു, അല്ലെ? അവിടെ ഉമ്മയുടെ ആയിരുന്നു പ്രശ്നം തോന്നുന്നു. അതെന്തിനായിരുന്നു? അപ്പൊ നമുക്കത് പറയാൻ ഇടം കിട്ടി. ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സാണ് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിൽ എന്താണോ അതാണ് മുന്നിൽ കാണുക. ഞാൻ ഇവിടെ പറയുന്ന ഏത് വാചകവും ഏത് തന്നെയാണെങ്കിലും ശരി, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഇപ്പൊ ചോദിക്കണമെന്നില്ല, നമ്മൾ തമ്മിൽ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യാലോ. അപ്പൊ ചോദിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെ മനസ്സിൽ കണ്ട് അതെങ്ങനെ വെളിയിൽ സംഭവിക്കുന്ന ഒരു ചോദ്യം വന്നാൽ ഞാനിത് വിശദീകരിക്കാൻ പറ്റും. എല്ലാ ചോദ്യത്തിനും ഉത്തരം ഒറ്റ ഇരിപ്പിൽ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമയം വേണം, പറയാനുള്ള സമയം വേണം. പറഞ്ഞാൽ കേൾക്കാൻ നിങ്ങൾക്കുള്ള
ഒരു 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 അവസ്ഥ കൂടെ ഉണ്ടല്ലോ. അത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് പട്ടിക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ഭൂമിക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലുള്ളത് ഭൂമിക്ക് മനസ്സിലാവും. എങ്ങനെ? സമയം കൂടുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നതിൽ ഞാൻ പറഞ്ഞു പോട്ടെ. വിശപ്പ് അനുഭവിച്ചവർ എത്ര പേരുണ്ട്? അല്ല, ഒരു മിനിറ്റ്. നുണ പറയുന്നവർ എത്ര പേരുണ്ട്? അല്ല, ഇപ്പൊ വിശപ്പ് അനുഭവിച്ചു എന്ന് പറഞ്ഞ മുഴുവൻ ആളുകളിലും ഈ വിശപ്പ് അനുഭവിച്ചു എന്ന് പറഞ്ഞവരിൽ എത്ര പേര് 15 ദിവസത്തിന്റെ മുകളിൽ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ട്? അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ അനുഭവിച്ച വിശപ്പ് എന്ന് പറയുന്നത് നുണയാണ്. കാരണം മെച്യൂർ ഹങ്കർ എന്ന് പറയുന്ന ഒരവസ്ഥ, വിശപ്പിന്റെ സമയത്ത് ഉണ്ടാകുന്ന വികാരം എന്താ? തളർച്ച, വയറുവേദന, വയറുകാൾ, നീറ്റൽ ഒക്കെയാണോ? ആണോ? അങ്ങനെയാണോ വിശപ്പ് തോന്നാറ്? ആണോ? എങ്ങനെയാ? പിന്നെ എങ്ങനെയാ? അതെ, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ എന്താണ് ഫീൽ ചെയ്യുക? അങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ടോ? യെസ്. അപ്പൊ നിങ്ങൾ നുണ പറയുന്നതാണോ അതോ അല്ല? ഉണ്ടല്ലേ? അപ്പൊ ആ പുള്ളിയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. നുണ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരെ പ്രണയമുണ്ടല്ലേ? പ്രണയം നമുക്ക് പ്രണയം ഉണ്ടായിരിക്കട്ടെ. പ്രണയമുള്ളൊരവസ്ഥയിൽ മല കയറണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കേറുവോ? കേറില്ലേ? കേറിയിട്ടില്ല അല്ലേ? പ്രണയമുള്ള അവസ്ഥയിൽ നമുക്ക് മല കയറണമെങ്കിൽ മല കയറാം. മരം മറിച്ചിട്ട് മരം മറിച്ചിട്ട് അല്ലേ? സത്യത്തിൽ പ്രണയിച്ചിട്ടില്ല. ഇതിന് ഈക്വലന്റ് ആണ് വിശപ്പ് എന്നുള്ള അവസ്ഥ. വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ വിശപ്പുള്ള സമയത്ത് എന്ത് പണി വേണ്ടി എടുക്കും നമ്മള്. ഞാനൊക്കെ വിശക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കില്ല. നിയമം ഇത് പറഞ്ഞതിന് ഇപ്പൊ നാളെ MVD വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. 130 കിലോമീറ്റർ സ്പീഡിന്റെ മുകളിൽ ഞാൻ വണ്ടി ഓടിക്കാറുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് 18 ദിവസം 10 ദിവസം 15 ദിവസമൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ സ്പീഡിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക. ഏത് മലയും കയറും. ഞാൻ ഇവിടുത്തെ മിക്കവാറും മലകളൊക്കെ കയറിയിട്ടുള്ളതാണ്. ഏത് മലയും കയറും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ മല കയറി പോണ സമയത്ത് ചിലർക്ക് കാട്ടിന്റെ നടുവിൽ ചില സ്നേഹനിധികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ പറയും, ഇത്രയും ക്ഷീണിച്ച് വന്നതല്ലേ, കഴിക്കും എന്ന് പറഞ്ഞിട്ട് ചില ഭക്ഷണങ്ങൾ തരും. അവിടെ അങ്ങനെ കഴിക്കും, നിൽക്കും. ചിലപ്പോൾ 7, 8, 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ള ഊർജം മുഴുവൻ പോകും. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് വായിക്കണം. ഞാൻ ഈ ചിലത് പറച്ചിലിന്റെ ഒരു രസത്തിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വരുമ്പോ പറഞ്ഞില്ല, പുളുകല എന്ന് പറയില്ല, അങ്ങനെ ചെറിയ പുളുകലൊക്കെ ഉണ്ടാവും ഇതിനിടയിൽ. അതുകൊണ്ട് അന്ന് കണക്ട് ചെയ്യരുത്. തമാശക്ക് വരുന്ന കാര്യങ്ങൾ തമാശയായിട്ട് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ വിശപ്പ് എന്താ? ശരിക്കും വിശപ്പ് എന്ന് പറഞ്ഞ പ്രക്രിയ എന്താ? ചോദ്യം ചോദിച്ചു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ശരീരത്തിനകത്തെ ചയാപചയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, മെറ്റാബോളിക് ആക്ടിവിറ്റി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമുണ്ട്. ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വൈറ്റാലിറ്റി ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള മറ്റ് എലമെന്റ്സ് ആവശ്യമുണ്ട് എന്ന് ശരീരം അതിന്റെ തൊട്ടു മുകളിലുള്ള വ്യവസ്ഥയോട് ആവശ്യപ്പെടുന്ന രീതിയാണ് വിശപ്പ്. ശരിയല്ലേ? ആർക്കെങ്കിലും വിയോജിപ്പുണ്ട് ഈ പറഞ്ഞതിന്? അപ്പോ എന്റെ കോശത്തിന് ഘടകങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത് കലയോട് ചോദിക്കും. കലയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അത് അവയവത്തോട് ചോദിക്കും. അവയവത്തിന് ആവശ്യമുള്ളപ്പോൾ അത് ശരീരത്തോട് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വിശപ്പൊന്നു. വിശപ്പ് തോന്നി എന്ന് മനസ്സിലായി. വിശപ്പ് തോന്നിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വിശപ്പ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ഭക്ഷണം തൊട്ട് മുമ്പിലില്ലെങ്കിൽ തേടിപ്പോകും. എന്തായാലും ഭക്ഷണം കഴിക്കും. ഭക്ഷണം അകത്തുനിന്ന് വേണം തോന്നിയാൽ നിങ്ങൾ തേടിപ്പോകും, അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് കഴിക്കും. പറയും. മൈക്കോൺ ചെയ്യണം. തിരക്കില്ല. ഈ വിഷയം വിശദമായിട്ട് സംസാരിക്കണം. തിരക്കില്ല, സ്പീഡ് കൂട്ടല്ല, വളരെ സമയമായി.
അടുത്ത സെഷനുള്ള സമയമായി. അതെ, അവരോടൊന്ന് ചോദിക്കൂ, അവർക്ക് വിഷയമില്ലെങ്കിൽ ഈ വിഷയം 30 പേര് ഇങ്ങനെ നോക്കിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് സമയമായതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് കയറാം. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. മറ്റേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വിശപ്പ് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. നിങ്ങളിൽ നിന്നും വിശപ്പ് മുകളിലേക്ക് കൊടുത്താൽ, വിശപ്പ് എന്ന് പറയുന്നത് എനിക്ക് വിഭവം വേണം എന്നുള്ള വിളിയല്ലേ, ആ വിളി നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങളുടെ അവയവം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉപരിവ്യവസ്ഥയോട് ചോദിച്ചാൽ ഉപരിവ്യവസ്ഥ തരുമോ ഇല്ലയോ? തരില്ലേ? ചോദിച്ചു നോക്ക്, കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടുന്ന വെച്ചാൽ എന്ത് ചോദിച്ചാലും കിട്ടും. ഇരിക്കുന്ന സാധനങ്ങള് ഇതിനായിട്ട് ഒഴിവാക്കാം. മുമ്പിലായിട്ട് കാറ് കിടക്കുന്നില്ലേ? ഞാനിപ്പോ ചൂണ്ടിക്കാണിച്ച സാധനങ്ങൾ മുഴുവൻ അത് വേണമല്ലോ എന്ന് തോന്നും. ഒരാഴ്ച എന്റെ അടുത്തെത്തും. അത് വേണമല്ലോ എന്ന് തോന്നും, എന്റെ അടുത്തെത്തിയിരിക്കും. എങ്ങനെയൊക്കെ വേണം തോന്നുന്നു അറിയോ? ഇങ്ങനെ പോയ ശരിയാവില്ല. പാലക്കാട് ജില്ലയില് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നന്നായിരിക്കുന്നു. ഈ ബിജിറ്റേട്ടനും ഞാനൊക്കെ കൂടിയ ഒരു മറ്റേ ബാബുസ്വാമിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു സംഗമത്തിൽ അവിടുന്ന് പാലക്കാട് ജില്ലക്കാരായിട്ടുള്ള 2-3 ഫാമിലി വന്നു. ഇതുപോലെ നമ്മുടെ കൂടി പാലക്കാട് ജില്ലക്കാരായ ഒരു ഫാമിലി വന്നാൽ നന്നായിരിക്കുന്നു. ഒറ്റ ആഴ്ച ദേ വിളിക്കുന്നു. വന്നിരിക്കുന്ന വെച്ചാൽ 100% ഉറപ്പ് വന്നിരിക്കും. അപ്പൊ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ജീവിതത്തിലാണ്, ഈ കണക്ഷനിലാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വലിയ ശരീരം. നമ്മൾ കോശമായിരിക്കും ശരീരം. എളുപ്പമല്ലേ മനസ്സിലാക്കാൻ? എളുപ്പമല്ലേ? നമ്മൾ കോശമായിരിക്കുന്ന ശരീരം, ആ ശരീരത്തിന്റെ ഒരു കോശമാണ് നമ്മൾ. ഈ കോശങ്ങൾ തമ്മിൽ ചേർച്ചയില്ലാതെ നിന്നാൽ അതിനെയാണ് ജീർണനം എന്ന് പറയാ. ജീർണിക്ക് കഴിഞ്ഞാൽ നാറും, ശരിയല്ലേ? പഴുത്തു കഴിഞ്ഞാൽ നാറില്ലേ? ജീർണിച്ചു കഴിഞ്ഞാൽ നാറും. ആ നാറ്റമാണ് സമൂഹത്തിൽ മൊത്തം കാണുന്നത്. നാറ്റം ഒഴിവാകാനാണ് നന്നായി ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തുകൂടിയത്. ഈ കൂട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് ഇത് ഒറ്റ ശരീരമാണെന്നുള്ള ബോധ്യത്തിൽ ഇവിടുന്ന് മലയിറങ്ങാൻ പറ്റിയാൽ, ആ ശരീരത്തിന്റെ ബന്ധം നിങ്ങൾ എവിടെ പോയാലും വിട്ടുപോകാതിരുന്നാൽ, അതാണ് നമുക്ക് വേണ്ടത്. ഞാനിന്ന് വിഷയത്തിൽ നിന്നും ഒരുപാട് മാറിയാണ് പോയത്. എങ്കിൽ ഇത് സഭയുടെ ഒരു ആവശ്യം ഏതായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ തലക്കെട്ട് ഇത് തന്നെ വേണമെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാം. ഇപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ഏതാണ്ടൊരു ചിത്രം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചു പോകാനുള്ള തുടക്കം മാത്രമാണിത് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം. അതിലേക്കൂടെ നമുക്ക് പോവാം. നമ്മളേതായാലും ഇനി ബാക്കിയുള്ള സെഷനുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ കിട്ടും. 3 ദിവസം കൊണ്ട് ഇത് പഠിച്ച് മനസ്സിലാവുമെന്ന് വിചാരിക്കേണ്ട. 30 കൊല്ലം ഇതിന്റെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പഠിച്ചു കഴിയാമെന്നും വിചാരിക്കേണ്ട. ഇതൊരു യാത്രയാണ്, ജീവിതത്തിന്റെ തുടർച്ചയായിട്ടുള്ള യാത്രയാണ്. ജീവിക്കുക, അതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പാലിക്കുക. എല്ലാം അറിഞ്ഞിട്ട് മരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. നമുക്ക് അറിയുന്നത്ര ശരിയാക്കി എടുക്കുക. ശരിയാക്കി എടുക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധ ഉണ്ടായാൽ മാത്രം മതി. എല്ലാം ശരിയാണ്, തെറ്റായിട്ടൊന്നുമില്ല ഇവിടെ. ഓക്കെ, അപ്പോ ഞാൻ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതില് ചോദ്യോത്തരക്കുള്ള സ്പേസ് ഉണ്ടോ? അല്ല, എന്താ പറയുക, നമുക്കൊരു പ്രധാന ഗെയിം ഉണ്ട്. ഞാനീ പറഞ്ഞില്ലേ, സ്വയം എങ്ങനെ പ്രവർത്തിക്കുന്നു, സ്വയം ശരിയാക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ജീവൻ സ്വയം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. എങ്ങനെ സ്വയം പ്രവർത്തിക്കുന്ന അറിയാമോ? അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.